ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ടപ്പത്തിലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റുമാണ്. മുട്ടപ്പത്തിൽ ഓട്ടട എന്നെല്ലാണ് നമ്മൾ കണ്ണൂരല്ലേ ഇതിന് പറയൽ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മണ്ണിൻ്റെ ഓടൽ ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് സാധാരണ നമ്മൾ ദോശയും പത്തിലെല്ലാം ചൂടുന്ന ഓട്ടിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു മുട്ടപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ടപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയെല്ലാം എടുക്കുമ്പം തണുത്ത മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതാ റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക. വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതുപോലെയാണ് ഉള്ളത്. ഞാൻ വീണ്ടും 1 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം 1 കപ്പ് പാൽ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഒഴിക്കുന്ന പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. നമ്മൾ ദോശക്കെല്ലാം ബാറ്റർ റെഡിയാക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ പാല് കൂടി പോകരുത്. അപ്പോൾ ഇതാ 1/4 കപ്പോളം പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. നമ്മൾ മൈദപ്പൊടിൻ്റെയും അതുപോലെ ഗോതമ്പ് പൊടിൻ്റെ എല്ലാം ദോശ കലക്കിയെടുക്കുന്നില്ല, ആ ഒരു രീതിയിൽ. അപ്പോൾ 1/4 കപ്പോളം പാല് ബാക്കിയുണ്ട്. 1/4 കപ്പോളാണ് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം. അപ്പോൾ ഇതാ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു മുട്ടപ്പത്തിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി ഞാനിതാ ഒരു ദോശയെല്ലാം ചൂടുന്ന ഓട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇത് ചൂടുന്ന സമയത്ത് ഓട് നല്ല ചൂടിലായിരിക്കണം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കയ്യിൽ വീതം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാടൊന്നും നേരിയതായിട്ട് പരത്തരുത്, ചെറുതായിട്ടൊന്ന് പരത്തി ഇതാ തീ അല്പം ഒന്ന് കുറക്കുക. ഒരുപാടൊന്നും കുറച്ച് വെക്കരുത്, തീ അത്യാവശ്യം വേണം. എന്നിട്ടിതാ ഇതുപോലെ ചെറിയ ഓൾസ് വരും. മൊത്തമായിട്ട് അങ്ങ് ചെറിയ ഓട്ട വരും. ഓട്ട വന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം. വലിയ ഓടലാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ കണ്ട മൊത്തമായിട്ട് ചെറിയ ഓട്ടകൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റായി എന്ന് കാണുമ്പോൾ അല്പം ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതാ അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ഒന്നുകിൽ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗീ സ്പ്രെഡ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടാൽ മതി. ഒന്നുകിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ടിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ കൂട്ടിയിട്ട് വേണം അങ്ങനെയും കഴിക്കാം. ശരിക്കും ടേസ്റ്റ് ഗീയും പഞ്ചസാരയും ഇട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇതാ അടുത്തതും ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ ഓൾസ് വന്നിട്ടുണ്ട്. ഈ ഓട്ട ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഓട്ടപ്പത്തിൽ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇതാ അടിഭാഗമൊന്നും കരിയാണ്ട് തന്നെ നമുക്ക് മുകൾ ഭാഗമൊക്കെ സെറ്റായിട്ടാകുമ്പോൾ എടുക്കാം. അടുത്തത് ഞാൻ ഓട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം മുകളിൽ ഗീയും പഞ്ചസാരയും ഇടുന്നത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്ക് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടപ്പത്തിലാണ്.
പിന്നെ മക്കൾക്ക് അത് നല്ലോണം ഇഷ്ടപ്പെടും മധുരമായതുകൊണ്ട്. അപ്പോൾ ഇതാ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ ഗീ എല്ലാം സ്പ്രെഡ് ചെയ്ത് പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ബാറ്റർ തീരുന്നത് വരെ ഇതുപോലെ ഓട്ടിലൊഴിക്കുക. റെഡി ആയിട്ടാകുമ്പോൾ ഗീയും പഞ്ചസാരയെല്ലാം ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം ഗീയും പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗമെല്ലാം കണ്ട അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി കൂട്ടിയിട്ട് വേണമെങ്കിൽ ഹണി കൂട്ടിയിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.